ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി. ആ, മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ വർക്ക് പ്ലേസിൽ കുറച്ച് തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് എല്ലാവർക്കും സിക്കൊക്കെ കിട്ടി, അതായത് ഫ്ലൂവിൻ്റെ ടൈം ആയിരുന്നു. അപ്പോൾ കുറച്ച് സിക്കൊക്കെ ആയിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ വൈകിയത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ മന്ത് വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. അത് കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സ് തന്നെയാണ്. സെഫോറയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സ്. അപ്പം നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വാങ്ങിയത് ഇൻകെ ലിസ്റ്റിൻ്റെ ഹൈലൂറോണിക് ആസിഡ് സെറമാണ്. നിങ്ങൾക്കിത് ഇതിൻ്റെ പ്രൈസ് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ വലിയ ഹൈ പ്രൈസ് അല്ല. ഇത് നമുക്ക് എമ്മും പി എമ്മും അപ്ലൈ ചെയ്യാം, അതായത് മോർണിംഗും നൈറ്റും. ഡ്രൈ സ്കിന്നിൽ അപ്ലൈ ചെയ്യാതിരിക്കുക, കുറച്ച് വെറ്റായിട്ടുള്ള സ്കിന്നിൽ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ള ഒരു മോയ്സ്ചർ വലിച്ചെടുക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഹൈലൂറിക് ആസിഡ് അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് അതിൻ്റെ ആക്ഷൻ ചെയ്യുള്ളൂ. പിന്നെ ഞാൻ വാങ്ങിയൊരു മറ്റൊരു പ്രൊഡക്റ്റ് ഇൻകെ ലിസ്റ്റിൻ്റെ സെയിം തന്നെ വൈറ്റമിൻ സി സെറം. ഇത് രണ്ടും ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്നൊരു പ്രൊഡക്റ്റാണ്. വൈറ്റമിൻ സി സെറം നല്ലൊരു സെറം തന്നെയാണ്, പക്ഷേ ഇതൊരു അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പൗഡർ ഫീലായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവുന്നത് പോലെ. പക്ഷേ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസ് പുരട്ടി കൊടുത്താൽ സ്കിൻ നല്ല ഒരു ഗ്ലോയി ഫിനിഷ് കിട്ടുന്നതും, പിന്നെ നമുക്കത് എനിക്ക് തോന്നുന്നു കുറച്ച് നല്ലൊരു സി സെറം തന്നെയാണിത്. പക്ഷേ ഇത് തന്നെ അപ്ലൈ ചെയ്താൽ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മോയ്സ്ചറൈസറും കൂടെ മുഖത്ത് പുരട്ടാൻ മറക്കാതിരിക്കുക. പിന്നെ മോർണിംഗ് ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സി സെറം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഓക്സിഡൈസ്ഡ് ആയിട്ട് കൂടുതൽ കറക്കാൻ ചാൻസ് ഉണ്ട് വെളിയിലിറങ്ങി കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ടും വൈറ്റമിൻ സി സെറം ഉപയോഗിക്കുന്നവർ ഒരു സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഉപയോഗിക്കണം. പിന്നെ ഞാൻ വാങ്ങിയത് ടാർട്ടിൻ്റെ ഒരു ബ്ലഷ് ആൻഡ് ഗ്ലോ ചീക്ക് പ്ലംബ് എന്നുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതും ടാർട്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ടാർട്ടിൻ്റെ ഇതിൻ്റെ ഷെയ്ഡിൻ്റെ നെയിമും ബെറി എന്നുള്ള ഷെയ്ഡാണ്. ഇത് വളരെ കുറച്ച് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ വളരെ പിഗ്മെൻറ്റഡ് ആണ്. നിങ്ങൾക്കത് അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നോക്കി, വളരെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ബ്ലഷാണ്, പക്ഷെ ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടും. കണ്ടില്ലേ, ഞാൻ വളരെ കുറച്ച് അപ്ലൈ ചെയ്തുള്ളൂ, പക്ഷേ ഒരു കണ്ടില്ലേ നല്ല പിഗ്മെൻറ്റഡ് ആണ്. നല്ല ഒരു ബ്ലഷായിട്ട് എനിക്ക് തോന്നിയത്. ലിക്വിഡ് ബ്ലഷും കൂടിയാണ്. അപ്പോൾ അത് ഒരെണ്ണം വാങ്ങി. പിന്നെ ഞാൻ വാങ്ങിയത് ഫെൻഡി ബ്യൂട്ടിയുടെ ഒരു ലിപ് ലൈനർ. ഫെൻഡി ബ്യൂട്ടിയുടെ ഒരു ലിപ് ലൈനറാണ്. ഇതിൻ്റെ ഷെയ്ഡ് DMVP10 എന്നുള്ള നമ്പറാണിത്. ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു ചെറി റെഡ് ആണോ ഒരു റൂബി റെഡിൻ്റെ പോലെ ഒരു ഷെയ്ഡാണ്. ഞാൻ നിങ്ങളെ സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഷെയ്ഡ്. ഇത് നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു ലിപ് ലൈനറും കൂടിയാണ്. നമുക്കത് ലിപ് ലൈനറായിട്ട് ഉപയോഗിക്കാം. ലിപ്പ് ഒന്ന് കവർ ചെയ്തൊരു ലിപ്സ്റ്റിക്കിൻ്റെ പോലെ തന്നെ അത് നിൽക്കും, കവർ ചെയ്യും, നന്നായിട്ട് കവർ ചെയ്യും, ലോങ് ലാസ്റ്റിങ്ങുമാണ്. അപ്പോൾ ഇത് ടാർട്ടിൻ്റെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് ഫെൻഡി ബ്യൂട്ടി കേട്ടോ, ടാർട്ടല്ല, ഫെൻഡി ബ്യൂട്ടിയുടെയാണ് പ്രൊഡക്റ്റ്. പിന്നെ ഞാൻ വാങ്ങിയ ഒരു ലിപ് ഗ്ലോസ്, ലിപ്പ് ഓയിൽ, പ്ലംബിംഗ് ലിപ്പ് ഓയിൽ, അത് ടാർട്ടിൻ്റെ. അതിൻ്റെ പ്രൊഡക്റ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു സ്പോഞ്ച് പോലെയുണ്ട് അതിൻ്റെ. ഇവിടെ ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് പെൻ പോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ആ ഓയിലിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു ടേസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ. ഒരു ചെറി ടേസ്റ്റും കൂടെ ഉണ്ട്, റാസ്ബെറിയുടെയൊക്കെ ഒരു ടേസ്റ്റ്. പക്ഷേ ഇതും നമുക്ക് ലോങ് നിൽക്കും പുരട്ടി കഴിഞ്ഞാൽ. അതായത് ലിപ്പ് ഡ്രൈ ആവത്തില്ല. ഇത് പുരട്ടി കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് തേച്ച് കൊടുത്താൽ നല്ലൊരു ഗ്ലോയിങ് കിട്ടും. ലിപ്സ്റ്റിക്ക് ഇഷ്ടമുള്ളവർക്ക്, മാറ്റല്ല,
അല്ലാതെ ഉള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ നല്ലൊരു ലിപ്പ് ഓയിലാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ നിങ്ങളെ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയതാണ് പിക്സിയുടെ ബ്ലഷ്. അത് അന്ന് വാങ്ങിയ ഒരു കളറ് പിങ്ക് ആയിരുന്നു. ഇതൊരു പീച്ച് ഷെയ്ഡാണേ, ഒരു പീച്ച് ഷെയ്ഡ്. ഇത് ഞാൻ നിങ്ങളെ ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതെനിക്കൊന്ന് എല്ലാ സ്കിൻ ടോണിനും ആപ്റ്റായിട്ടുള്ളൊരു ഷെയ്ഡും കൂടിയാണ്. ഇതൊന്ന് ചെയ്താൽ തേക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ഡാർക്കായിട്ട് തോന്നും, അതായത് ഭയങ്കര കളറായിട്ട് തോന്നും. പക്ഷേ നമ്മളതൊന്ന് കൈകൊണ്ടോ ബ്രഷ് കൊണ്ടോ ഒന്ന് നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ ശരിക്കും ഒരു നാച്ചുറൽ, വളരെ ലൈറ്റായിട്ട് നമ്മുടെ ഒരു നാച്ചുറൽ ബ്ലഷ് ഇട്ട പോലെ ഒരു ഫീലിംഗ് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, കണ്ടില്ലേ? ഇതും വർത്താണ്. ഇതിപ്പോൾ എനിക്കൊന്ന് നാട്ടിൽ ഇതും കിട്ടും. ഞാൻ പലരുടെയും വീഡിയോയിൽ ഇത് കണ്ടിട്ടുണ്ട്, നാട്ടിൽ വാങ്ങിയതായിട്ട്. ഇവിടെ ഞാനിത് വാങ്ങിയത് സെഫോറയിൽ നിന്ന്. പിന്നെ നിങ്ങൾക്ക് മുന്നിൽ ഞാനൊരു ഹൈലൈറ്റർ കൂടെ കാണിച്ചു തരാം. ഇത് വളരെ നല്ലൊരു ഹൈലൈറ്ററാണ്, റെയർ ബ്യൂട്ടിയുടെ ഒരു ഹൈലൈറ്റർ. ഇത് ലിക്വിഡ് അല്ല, പൗഡേർഡ് ആയിട്ടുള്ള ഹൈലൈറ്റർ. ഇതൊരു പിങ്ക് ഷെയ്ഡ് കണ്ടോ. ഹൈലൈറ്റ് ചെയ്യാൻ നോസ് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ജസ്റ്റ് ഞാൻ കൈകൊണ്ട് തന്നെയാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇത് റെയർ ബ്യൂട്ടിയുടെ ഹൈലൈറ്റർ. പിന്നെ ഈ മന്ത് വാങ്ങിയ മറ്റൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു പെർഫ്യൂമാണ്. ഗുച്ചിയുടെ ഫ്ലോറ എന്നുള്ള പർപ്പിൾ ഷെയ്ഡിൻ്റെ ഫ്ലോറ എന്നുള്ള ഒരു പെർഫ്യൂമാണ് ഞാൻ വാങ്ങിയത്. ഇത് കുറേ നാളായിട്ട് വാങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇരുന്നൊരു പെർഫ്യൂമായിരുന്നു. ഇതിൻ്റെ സ്മെല്ലും വളരെ നല്ല സ്മെല്ലാണ്, ഒരു ലൈറ്റ് സ്മെല്ലാണ്. അതായത് നല്ല ലോങ് ലാസ്റ്റിങ്ങുമാണ്. നമ്മുടെ ഒരു പൗഡർ സ്മെല്ലാണ് ഇതിന് എനിക്ക് ഫീൽ ചെയ്തൊരു പൗഡർ സ്മെല്ലാണ്. പക്ഷെ നല്ല സ്മെല്ലാണ്, ലോങ് ലാസ്റ്റ് ചെയ്യും, 24 hour ലോങ് ലാസ്റ്റ് ചെയ്യും. ഞാനിത് മേടിച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയായിരുന്നു. നല്ലൊരു, അതായത് ഒരു പൗഡർ സ്മെൽ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ് ഗുച്ചിയുടെ ഫ്ലോറ. പിന്നെ ഈ മന്ത് വാങ്ങിയ മറ്റൊരു പ്രൊഡക്റ്റോടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താം. ഓർഡിനറിയുടെ സാലിസിലിക് ആസിഡ്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത്. ഓർഡിനറിയുടെ പ്രോഡക്റ്റ്സൊക്കെ ഞാനിങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇതിന് മുമ്പ് വാങ്ങി യൂസ് ചെയ്തിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത്. അപ്പോൾ ഇത് വാങ്ങി ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ പിന്നെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതാണൊന്ന് മറ്റൊരു പ്രൊഡക്റ്റ്. പിന്നെ ഞാൻ വാങ്ങിയത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു ബാഗ് മേടിച്ചു എന്നുള്ളത്. അത് എൻ്റെ വർക്ക് പ്ലേസിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിയ ഒരു ബാഗാണ്, ഒരു ഷോൾഡർ ബാഗ്. ഇതെൻ്റെ വർക്ക് ബാഗായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മന്ത് ഞാൻ വാങ്ങിയ മറ്റൊരു പ്രൊഡക്റ്റ് ഇത് ബാഗാണ്. അപ്പോൾ ഇത് ആണ് ഞാൻ ജോലിക്ക് പോകുന്നിടത്ത് കൊണ്ടുപോകുന്നത്. പാർട്സ് ഇൻ ബാഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് അടുത്തൊരു വീഡിയോയിലേക്ക് ഞാൻ ചെയ്യാം. എൻ്റെ വർക്ക് ബാഗും അല്ലാതെ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ബാഗും ഞാൻ നിങ്ങളെ പിന്നെ ഒരു വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തരാം. ഇതിനധികം രൂപയൊന്നും ആയില്ല, കുറച്ച് ചീപ്പായിട്ട് കിട്ടിയതാണ്, അതായത് സെയിലായിരുന്നു, അങ്ങനെ ഞാൻ വാങ്ങിയൊരു ബാഗാണിത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ മന്ത് വാങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിൻ്റെയൊക്കെ നെയിമും വില വേണമെങ്കിൽ അത് വിലയോ അല്ലെങ്കിൽ എവിടെയാണ് കിട്ടുന്നതെന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോയുടെ അടിയിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ നിങ്ങൾക്കത് വാങ്ങി യൂസ് ചെയ്യാം. അപ്പം പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ സ്റ്റേ ട്യൂൺ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും പുതിയ ചേഞ്ചസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതനുസരിച്ച് ഞാൻ പുതിയ വീഡിയോകൾ ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. താങ്ക് യു.